ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആഗമനകാലം 2-ാം വാരം വ്യാഴാഴ്ച. ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗമാണ്. സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ക്രിസ്തുനാഥൻ തനിക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. സ്നാപക യോഹന്നാൻ്റെ ലക്ഷ്യമെന്നത്, ദൗത്യമെന്നത് സ്വർഗരാജ്യത്തെക്കുറിച്ച് യേശുവിൽ നിന്നറിയാൻ ജനങ്ങളെ മാനസാന്തരപ്പെടുത്തുക എന്നതായിരുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യത്തെക്കുറിച്ച് യേശുവിൽ നിന്നറിയാൻ ജനങ്ങളെ മാനസാന്തരപ്പെടുത്തിയ, ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന വലിയ പ്രവാചകനാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ്റെ മഹത്വം എന്നത് അതുതന്നെയാണ്. യേശുവിൽ നിന്ന് സ്വർഗരാജ്യത്തെക്കുറിച്ച് അറിയുവാൻ ജനങ്ങളെ മാനസാന്തരപ്പെടുത്തുക എന്നത്. അത് വളരെ കൃത്യമായും പൂർണ്ണമായും വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം, ആ വലിയ ദൗത്യം സ്നാപക യോഹന്നാൻ നിറവേറ്റി. വീണ്ടും ഈശോ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നു, യോഹന്നാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. ക്രിസ്തുനാഥൻ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിന് എതിരായി പ്രവർത്തിക്കുന്ന എതിരാളികൾ ഉണ്ടായിരുന്നു. ക്രിസ്തുനാഥൻ കൊണ്ടുവന്ന ഒരു പുതിയ ആശയമാണ്, ഒരു യാഥാർത്ഥ്യമാണ് സ്വർഗരാജ്യം എന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനാണ് ക്രിസ്തുനാഥൻ. ക്രിസ്തുനാഥൻ സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ക്രിസ്തുവിൻ്റെ എതിരാളികൾ പരിശ്രമിച്ചു. അപ്പോൾ ആ തിന്മയുടെ ശക്തികളൊക്കെ അതിജീവിച്ച് ആരൊക്കെയാണോ ക്രിസ്തുവിൻ്റെ വചനം കേട്ട് സ്വർഗരാജ്യത്തെ സ്വന്തമാക്കുന്നത്, അവർക്ക് ബലപ്രയോഗം നടത്തേണ്ടി വരും. അതായത് തിന്മകളെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി ഉണ്ടാകണം. ആ ശക്തി ഉപയോഗിച്ച് അതിജീവിക്കുമ്പോഴാണ്, ശത്രുവിൻ്റെ പ്രലോഭനങ്ങളെ ഒക്കെ അതിജീവിക്കുമ്പോഴാണ് സ്വർഗരാജ്യം സ്വന്തമാക്കാൻ സാധിക്കുക.